ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? താപ്തി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി താപ്തി. നദികളും ഉത്ഭവിക്കുന്ന സ്ഥാനവും അതുപോലെ പതന സ്ഥാനവും. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകം, പതിക്കുന്നത് അറബിക്കടലിലാണ്. സിന്ധു നദി ഉത്ഭവം മാനസ സരോവർ തടാകം, പതനം അറബിക്കടൽ. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രിന്ന്, പതനം ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദി ഉത്ഭവം ഗംഗോത്രി, പതനം ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര നദി ഉത്ഭവം ചമയുങ്തുങ്, ഉത്ഭവം പതനം ബംഗാൾ ഉൾക്കടലിൽ. അപ്പോൾ ബ്രഹ്മപുത്ര നദി ഉത്ഭവം ചമയുങ്തുങ്, പതനം ബംഗാൾ ഉൾക്കടൽ. നർമ്മദ നദി ഉത്ഭവം അമർകണ്ടക്, മൈക്കല മലനിരകൾ, അമർകണ്ടക്, പതനം അറബിക്കടൽ, പതിക്കുന്നത് അറബിക്കടൽ. നർമ്മദ നദി ഉത്ഭവം അമർകണ്ടക്, പതനം അറബിക്കടൽ. താപ്തി നദി ഉത്ഭവം മുൻതായി പീഠഭൂമി, പതനം അറബിക്കടൽ. അപ്പോൾ താപ്തി ഉത്ഭവം മുൻതായി പീഠഭൂമി, പതനം അറബിക്കടൽ. അപ്പോൾ സിന്ധു നദി ഉത്ഭവം മാനസ സരോവർ തടാകം, പതനം അറബിക്കടൽ. ഗംഗാ നദി ഉത്ഭവം ഗംഗോത്രി, പതനം ബംഗാൾ ഉൾക്കടൽ. ബ്രഹ്മപുത്ര ഉത്ഭവം ചമയുങ്തുങ്, പതനം ബംഗാൾ ഉൾക്കടൽ. നർമ്മദ അമർകണ്ടക്, പതനം അറബിക്കടൽ. താപ്തി മുൻതായി പീഠഭൂമി, പതനം അറബിക്കടൽ. അതുപോലെ മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ നിരകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. ഗോദാവരി ഉത്ഭവം നാസിക് കുന്നുകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. കാവേരി തലക്കാവേരി, പതനം ബംഗാൾ ഉൾക്കടൽ. കൃഷ്ണ മഹാബലേശ്വർ, പതനം ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ നിരകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. ഗോദാവരി ഉത്ഭവം നാസിക് കുന്നുകൾ, പതനം ബംഗാൾ ഉൾക്കടൽ. കാവേരി ഉത്ഭവം തലക്കാവേരി, പതനം ബംഗാൾ ഉൾക്കടൽ. കൃഷ്ണ ഉത്ഭവം മഹാബലേശ്വർ, പതനം ബംഗാൾ ഉൾക്കടൽ. അടുത്ത ക്വസ്റ്റ്യൻ. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ശിവജി. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ശിവജിയുടെ കാലത്താണ്. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജി. ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജി. ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജി. ശിവജിയുടെ പിതാവ് ഷഹാജി ഭോൺസലെ. ശിവജിയുടെ മാതാവ് ജീജാബായി. ശിവജിയുടെ ഗുരു രക്ഷകർത്താവ് ദാദാജി കൊണ്ടദേവ്. ശിവജിയുടെ ആത്മഗുരു സമാരൻ രാംദാസ്. അപ്പോൾ മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജി, ഹൈന്ദവ ധർമ്മോദ്ധാരക എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജി, ശിവജിയുടെ പിതാവ് ഷഹാജി ഭോൺസലെ, ശിവജിയുടെ മാതാവ് ജീജാബായി, ശിവജിയുടെ ഗുരു രക്ഷകർത്താവ് ദാദാജി കൊണ്ടദേവ്, ശിവജിയുടെ ആത്മഗുരു സമാരൻ രാംദാസ്. ശിവജിയുടെ തലസ്ഥാനം റായ്ഗഡ്. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ്. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ച്. ശിവജിയുടെ സദസ്സിലെ ഔദ്യോഗിക ഭാഷ മറാത്തി. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭ അഷ്ടപ്രധാൻ. ആദ്യത്തെ പേഷ്വ ബാലാജി വിശ്വനാഥ്. അപ്പോൾ ശിവജിയുടെ തലസ്ഥാനം റായ്ഗഡ്. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ച്. ശിവജിയുടെ സദസ്സിലെ ഔദ്യോഗിക ഭാഷ മറാത്തി. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭ അഷ്ടപ്രധാൻ. ആദ്യത്തെ പേഷ്വ ബാലാജി വിശ്വനാഥ്. ശിവജി ഏർപ്പെടുത്തിയ നികുതികളാണ് ചൗത്ത്, സർദേശ് മുഖി. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ശിവജിയുടെ വാളിൻ്റെ പേര് ഭവാനി.
മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761. മൂന്നാം പാനിപ്പത്ത് യുദ്ധം അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിലായിരുന്നു. മൂന്നാം പാനിപ്പത്ത് യുദ്ധം അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിലായിരുന്നു. അപ്പോൾ ശിവജി ഏർപ്പെടുത്തിയ നികുതികളാണ് ചൗത്ത് സർദേശ്-മുഖി. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ശിവജിയുടെ വാളിൻ്റെ പേര് ഭവാനി. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761. മൂന്നാം പാനിപ്പത്ത് യുദ്ധം അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. 1990 65-ാം ഭേദഗതി പ്രകാരം 1992 ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു. 1990 65-ാം ഭേദഗതി പ്രകാരം 1992 ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു. 1992 2003 89-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 338A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 2003 89-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 338A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതി പ്രകാരം പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വെവ്വേറെ കമ്മീഷനുകൾ 2004 നിലവിൽ വന്നു. ഈ ഭേദഗതി പ്രകാരം പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വെവ്വേറെ കമ്മീഷനുകൾ 2004 നിലവിൽ വന്നു. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക്നായക് ഭവൻ, ന്യൂഡൽഹി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക്നായക് ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ 1990 65-ാം ഭേദഗതി പ്രകാരം 1992 ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു. 2003 89-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 338A ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതി പ്രകാരം പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വെവ്വേറെ കമ്മീഷനുകൾ 2004 നിലവിൽ വന്നു. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സൂരജ് ബൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സൂരജ് ബൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വിജയ് സാംല. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വിജയ് സാംല. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹർഷ് ചൗഹാൻ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സൂരജ് ബൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വിജയ് സാംല. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹർഷ് ചൗഹാൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി 3 വർഷം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 5 ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 5. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി 3 വർഷം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 5. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ്.